എല്ലാവർക്കും നമസ്കാരം. കണ്ണ ആൻഡ് മീ എന്ന ഈ ടാരോട്ട് റീഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇപ്പോൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ആഴ്ച നിങ്ങൾ അറിയേണ്ടത് എന്തെല്ലാമാണെന്നാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഒന്ന് കണ്ണടച്ചിട്ട് കാർഡ്സായിട്ടൊന്ന് കണക്റ്റ് ആവാൻ നോക്കുക. കാർഡ്സ് നോക്കുകയാണ്. വളരെ നല്ലൊരു സ്പ്രെഡാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ കാർഡ്സ് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസോ എന്തെങ്കിലും ഒരു തടസ്സം നിങ്ങളുടെ ലൈഫിലോ റിലേഷൻഷിപ്പിലോ ജോബിലോ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വളരാനുള്ള ഒരു അവസരമായിട്ട് മാത്രം കണ്ടാൽ മതി. ചിലപ്പോൾ ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല, നിങ്ങളുടെ ചുറ്റും ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട ഒരു സമയമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ല കാര്യങ്ങളെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കുറച്ച് വാല്യൂസ് ഉണ്ട് അല്ലേ? നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു നിങ്ങളുടെ ഒരു ക്യാരക്ടർ ഉണ്ട്. അത് ഒന്നിനു വേണ്ടിയും മാറ്റാതിരിക്കുക കേട്ടോ. അപ്പം ഇതൊരു നല്ലൊരു കാർഡാണ്. നമ്മളെ അത് റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ് നമ്മളുടെ കഴിവ് എന്താണെന്നുള്ളത്. അപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുക. ഇത്രയും നാൾ നമ്മളെ ലൈഫിൽ എന്താ നേടിയിട്ടുള്ളത്, എങ്ങനെയായിരുന്നു നമ്മുടെ ലൈഫ്, നമുക്കല്ലേ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മുടെ പവർ മനസ്സിലാക്കി നമ്മൾക്ക് വേണ്ടി നിൽക്കേണ്ട സമയമാണ്. ചില ആൾക്കാർ വളരെ കൺഫ്യൂസ്ഡ് ആണ്. എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ ഡീൽ ചെയ്യണ്ടേ, അല്ലെങ്കിൽ എന്നെ ആരും എന്താ മനസ്സിലാക്കാത്തേ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാവും. തിങ്കിങ് വളരെ നെഗറ്റീവായിട്ട് പോകുന്നുണ്ടാവും, ഒറ്റപ്പെട്ടു പോലെ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും കമ്പനി കൊടുത്ത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട, നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണിത്. ആ വെളിച്ചം ഈ ഒരു ഇൻസിഡൻറ്റ് കാരണം മറഞ്ഞിരിക്കുകയാണ്, പക്ഷെ നിങ്ങൾക്കിത് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാർഡ് ഓർത്തിരിക്കുക. നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാർഡ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലായിരിക്കും. ചിലപ്പോൾ അത് നമ്മളെ കൊണ്ട് നടക്കുന്നതായിരിക്കില്ല, കാരണം അവിടെ വേറൊരാൾ ഇൻവോൾവ്ഡ് ആയിരിക്കും, അയാളുടെ എനർജി ഇൻവോൾവ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ട് കാര്യമാവില്ല. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു ഓഫീസിലെ ഒരു പ്രൊജക്റ്റോ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് ഒരു ടീമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ 100% ഇടാൻ പറ്റും. പക്ഷെ വേറൊരാളുടെ 100% ആവശ്യമുണ്ടെന്ന് വെച്ചിട്ട് നമുക്കത് പറയാനും അവരെ അതിനെപ്പറ്റി അവെയർ ആക്കാനും പറ്റും അല്ലേ? അല്ലാതെ നമുക്ക് പോയി അവരുടെ വർക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും? അവരുടെ ആ ഒരു എനർജി ഇല്ലേ, ആ ഒരു എനർജി വന്നാലേ അവിടെ ഒരു കംപ്ലീറ്റ് ഫുൾഫിൽമെൻ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ പറയുന്നത് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അവിടെ 2 പേരും ഒരുമിച്ച് വർക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലോട്ട് പോകത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് ടീം ഉണ്ടാക്കണമെങ്കിൽ ആ ടീം മെമ്പേഴ്സ് എല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും. ഒരു ടീമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു 100% കൊണ്ട് ഫുള്ള് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ? ആ എല്ലാവരുടെയും എനർജിയും അലൈൻഡ് ആയിട്ട് വരണം. അപ്പോൾ ആ സിറ്റുവേഷൻ അല്ല നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ നിങ്ങളുടെ പാർട്ട് അവിടെ ചെയ്യാം, പിന്നെ അതിനെപ്പറ്റി വറീഡ് ആവേണ്ട കാര്യമില്ല. അവിടെ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഫിസിക്കലി നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വലിയൊരു പ്രോഗ്രസ് ഉണ്ടാവില്ല എന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഇൻറ്റ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുക. നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ വീണ്ടും
പുറകെ പോകുന്നുണ്ടോ റിലേഷൻഷിപ്പിലാണെങ്കിൽ? അതല്ല ഒരു ടീം വർക്കിലാണെങ്കിൽ ഒരു കോമാളിനെ പോലെ നിൽക്കുന്നുണ്ടോ? ചുറ്റുള്ളവരൊക്കെ വേറെ എന്തൊക്കെയോ നമ്മളെ പറ്റി പറയുന്നു, പക്ഷെ നമുക്കറിയാം നമ്മൾ എന്താ ചെയ്യുന്നതെന്നും അവരെന്താ ചെയ്യുന്നതെന്നും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യരുത് കേട്ടോ. അവിടെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, അവരല്ല നമ്മൾ. അപ്പം അത് ഇൻ്റലിജൻസ് യൂസ് ചെയ്യാൻ നേരം നമ്മുടെ ആണോ പ്രശ്നം, മറ്റുള്ളവരുടെ ആണോ പ്രശ്നം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മുടെ പ്രശ്നമാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ വർക്ക് ഓൺ ഇറ്റ്, റൈറ്റ്. അതല്ല, നമ്മുടെ പ്രശ്നമല്ല എന്നാണെങ്കിൽ നമുക്കത് അവിടെ നിന്ന് മാറി നിൽക്കുക എന്നാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അല്ലെങ്കിൽ നമ്മുടെ എനർജി അവിടെ ഡ്രെയിൻ ഔട്ട് ആയി പോയിക്കൊണ്ടിരിക്കും. നമ്മൾ അതിലോട്ട് കുറേ ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ എനർജി ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലോ ആയിക്കൊണ്ടിരിക്കുകയും ക്രമേണ നമ്മളൊരു ലോ സ്റ്റേജിലോട്ട് പോകുമ്പോൾ നമ്മുടെ എനർജി വീക്ക് ആവുകയും നമ്മൾ ഫിസിക്കലിയും മെൻ്റലിയും നമ്മൾ അൺഹെൽത്തിയും ഒക്കെ ആയി മാറും, ഡൗൺ ആവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലോട്ട് പോവാതിരിക്കുക. പ്രൊട്ടക്റ്റ് യുവർ എനർജി. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക എന്ന് ഞാൻ പറയുന്നുണ്ട്. എങ്ങനെ സപ്പോർട്ട് ചെയ്യാം? ഇപ്പം നിങ്ങളൊരു സ്പിരിച്വൽ പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയം നിങ്ങളുടെ ആ സ്ട്രെങ്ത്ത് കൂട്ടുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കുറച്ചുകൂടെ ടൈം കൂടുതൽ എടുക്കാനും, ഇപ്പോൾ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം അത് നിങ്ങളെ ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്ത് ഓവർകം ചെയ്ത് സക്സസ്ഫുൾ ആവാനായിട്ട് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് വേറൊരാളുടെയും ഹെൽപ്പ് ആവശ്യമില്ല, നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ധാരാളം. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണ് ലൈഫിൽ ഫേസ് ചെയ്ത് ഇപ്പോഴത്തെ നിങ്ങളായിട്ട് എങ്ങനെയാണ് ഇവിടെ എത്തിക്കുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് നിങ്ങളെന്നുള്ളത്. അപ്പോൾ അത് ബൂസ്റ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം. സ്പിരിച്വലി താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമ്മളുടെ ഓരോ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവില്ലേ, അത് ചെയ്യുക. നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന, നിങ്ങളെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി കിട്ടുന്നത്. ചിലർക്ക് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് ഒരു ഭയങ്കര ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നുക. ചിലപ്പോൾ ചിലർക്ക് എന്തെങ്കിലും ഗെയിംസ് കളിക്കുമ്പോഴോ അല്ല മൈൻഡ്ഫുള്ളായിട്ട് എന്തെങ്കിലും നമ്മളെ അങ്ങോട്ട് ഇറക്കി ചെയ്യല്ലേ. ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുക, അതൊക്കെ നല്ല കാര്യമാണ്. നമ്മളുടെ ബോഡി മൂവ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ സ്പിരിച്വലി പോകാൻ താല്പര്യം ഉള്ളവരായിരിക്കുമല്ലോ ഈ ചാനലൊക്കെ കൂടുതലായിട്ട് കാണുന്നവർ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ അങ്ങനത്തെ പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളെ കുറച്ചും കൂടെ ഒരു ഡിസിപ്ലിൻഡ് ആക്കി മാറ്റാൻ നോക്കാം കേട്ടോ. പിന്നെ ഉള്ളത് ഇതൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു ഫ്യൂച്ചർ എനർജി എന്ന് പറയുന്ന പോലെയാണ്. ഇവിടെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ അടുത്ത് വരുന്നത്. ഇപ്പോൾ സ്പിരിച്വൽ യൂണിയൻ വരുന്നുണ്ട്. നമുക്ക് നമ്മളുടെ ഒരു വേവ് ലെങ്ത്തും നമ്മളുടെ എനർജിയും മാച്ച് ആവുന്ന ആൾക്കാരെ നമ്മളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. അത് ലവ് റിലേഷൻഷിപ്പ് ആവാം. ഇപ്പോൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു നമ്മളിൽ ഫോക്കസ് ചെയ്ത് നമ്മളിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് തനിയെ മാറുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ അത് നമ്മളുടെ എനർജിയായിട്ട് അലൈൻഡായി വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അവിടെ നിന്ന് റെസ്പോൺസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ നമ്മൾ കംഫർട്ട് അല്ലാത്തൊരു ഗ്രൂപ്പ് ഓഫ് ആളുടെ കൂടെയാണ് നമ്മൾ ഫ്രണ്ട് സർക്കിൾ ഉള്ളെങ്കിൽ ഭാവിയിൽ അത് മാറി വരും. നമ്മളുടെ വൈബ്രേഷൻസ് ഹൈ ആയിരിക്കും തോറും നമുക്ക് ചുറ്റുമുള്ളവരും മാറി വരും. മാറ്റം അനിവാര്യമാണ് അല്ലേ. നമ്മളുടെ ചൈൽഡ്ഹുഡിലെ സ്കൂൾ ടൈമിലെ ഫ്രണ്ട്സ് അല്ല കോളേജ് ടൈമിൽ. നമ്മുടെ എനർജി മാറുന്നതും നമ്മുടെ സിറ്റുവേഷൻ മാറുന്ന അനുസരിച്ച് നമ്മളുടെ ഓരോ സ്റ്റേജിലും ഓരോ ആൾക്കാരാണ് നമ്മുടെ ഒപ്പം ഉണ്ടാവുക. അപ്പം എല്ലാവരും എല്ലാ കാലവും നമ്മുടെ ഒപ്പം ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള നല്ല ബന്ധങ്ങൾ ലൈഫിലോട്ട് വരാനുള്ള, എന്നും നിലനിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ബന്ധങ്ങൾ ലൈഫിലോട്ട് വരും. അതുപോലെ നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളും നമ്മളുടെ ഒരു ഡിസിഷൻ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ പല കാര്യങ്ങളാണ്. റിലേഷൻഷിപ്പ് ആവാം, അതുപോലെ
മണി വൈസ് ആവാം, ഓപ്പർച്യൂണിറ്റീസ് ആവാം, ഗ്രോത്ത്, അങ്ങനെ കുറേ കാര്യങ്ങളിൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. കുറേ സ്റ്റക്കായെന്നോർത്ത് കുറേ ഡോർസ് ഓപ്പൺ ആയി വരുന്നുണ്ടാവും. ചിലപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം. നല്ല പാർട്ട്നേഴ്സിനെ നിങ്ങൾക്ക് നിങ്ങൾ ഇത്രയും നാൾ തേടി നടന്ന ആ ഒരു ആളെ കണ്ടെത്താൻ പറ്റാം. അങ്ങനെ ഒത്തിരി മൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്ന ഒരു നല്ലൊരു സമയമാണ് ഇനി ഫ്യൂച്ചറിൽ വരുന്നത്. കാരണം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണ്. നിങ്ങളെ നെഗറ്റിവിറ്റിയിലോട്ട് നിങ്ങൾ കടന്നു പോകാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല. നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡായി നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചേഞ്ചസ് അല്ലേ ലൈഫിലോട്ട് വരേണ്ടത്. അപ്പോൾ ആ ഒരു സമയമാണിത്. നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ആ ഒരു വീക്കാണ്. പിന്നെ പലർക്കും, കുറേ പേർക്ക് ഒരു റെക്കഗ്നേഷൻ വരാൻ പോകുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ മുന്നിൽ അംഗീകാരം കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൊമെൻ്റ് നന്നായിട്ട് ആസ്വദിക്കുക. നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ നിന്നൊന്ന് വേറിട്ട് നിൽക്കാൻ പോകുന്നുണ്ട്. ഒരു എല്ലാവരും കൊള്ളാലോ എന്നുള്ളൊരു ഫീല്, നിങ്ങൾക്ക് തന്നെ ഒരു പ്രൗഡ്. ഇപ്പം മറ്റുള്ളവരത് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും സ്വയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കയ്യൊപ്പ് കൊടുക്കാൻ പറ്റുന്ന ഇൻസിഡൻസ് ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങൾ പ്രൗഡാകുന്ന ഇൻസിഡൻസ് വരുന്നുണ്ട്. നല്ലൊരു ബ്ലെസ്സിങ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു വീക്കാണ് നിങ്ങളുടെ മുന്നിലോട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു ഏഞ്ചൽ മെസ്സേജും കൂടെ ഒന്ന് നോക്കാവേ. അപ്പോൾ ഒന്ന് നോക്കണേ, എത്തിച്ചിട്ട് ഒന്ന് കാർഡ്സായിട്ട് ഒന്ന് കണക്റ്റ് ആവാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഈ വീക്കിലോട്ടുള്ള ഏഞ്ചൽ മെസ്സേജാണ് ഞാൻ നോക്കുന്നത്. യെസ് കാർഡാണ്. നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ ഒരു ആഗ്രഹമോ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ ആ മനസ്സിലുള്ള കാര്യത്തിൻ്റെ ഒപ്പം പോവുക. ഇറ്റ്സ് എ യെസ് കാർഡ്. അപ്പോൾ ഈ വീക്ക് ഫുള്ള് ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു വീക്കാണ്. നിങ്ങൾക്കൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന വീക്കാണ്. അതുകൊണ്ട് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ ഡെവലപ്മെൻറ്റിൽ ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി വർക്ക് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.